അപ്പോ ഇതാണ് ഫാൻറ്റം. അടിവാരത്ത് വെച്ച കേട്ടിരുന്നു ഇരട്ട ചങ്കുള്ള ഫാൻറ്റം പൈലിയെ പറ്റി. അപ്പോഴേ തുടങ്ങിയ മോഹ ആ ചങ്കൊന്ന് പൊളിച്ച് കാണണമെന്ന്. കേട്ടതൊക്കെ സത്യാണോന്ന് അറിയണ്ടേ? അതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ താൻ പൈലിക്ക് പറ്റിയ തണ്ടി അല്ലല്ലോ മത്തായി. ജയിലിൽ നിന്ന് വരുന്ന വഴിയായതുകൊണ്ട് തൽക്കാലം തല്ലി തോപ്പിക്കാനുള്ള കപ്പാസിറ്റി ദിംതിക്കില്ല. പക്ഷേ ഞാൻ കുടിച്ചു തോപ്പിക്കും, കള്ളു കുടിച്ചു തോപ്പിക്കും. എന്തിനൊരു ക്വാളിഫയിങ് റൗണ്ട് ഇല്ലേ മത്തായി? എന്നോട് മത്സരിക്കുന്നതിന് മുമ്പ് താൻ ആ ദേവസ്വം ഒന്ന് തോപ്പിക്കും. അയ്യേ, ഈ ചീള് കേസിലോടൊന്നും കൈകോർക്കാൻ ദിംതിയെ കിട്ടില്ല. അശനെ, നീ ഇന്ന് മേടിക്കും. പൈലി, നേരിട്ടൊരു മത്സരം ഓപ്പൺ എയറിൽ. എന്താ ദിംതിയുടെ വരവൊന്ന് കൊഴുക്കട്ടെ നീ? സമ്മതിച്ചു. ഒരു 3-3.5 ലിറ്റർ ഇപ്പോഴേ പൈലയുടെ വയറ്റിലുണ്ട്. ഓഹോ, അത് താനൊരു ബോണസ് ആയിട്ട് വെച്ചു. നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. എന്താ? ഏറ്റു. എടാ ദേവസി, എന്തോ? നീയാണ് റെഫറി. റെഫറി ഗോൾ അടിക്കരുത്. സമച്ചാ? ഓം പനയായ നമഃ, ഓം തെങ്ങായ നമഃ, ഓം ലൈലാൻ ലോറിയായ നമഃ. തുടങ്ങാം. പള്ളിക്കര പഞ്ചായത്തിനെ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പൈലി ആശാൻ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോപ്പ നമ്പർ 5. കൈപ്പിടിയിൽ ഒതുക്കാൻ പള്ളിക്കര എന്ന കളിപ്പാട്ടമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദിപ്തി മത്തായി അടിക്കുന്നു. കോപ്പ നമ്പർ 5. എനിക്ക് ദാഹിക്കുന്നു, ദാഹം തീർക്കാൻ ഈ കള്ളുപോരെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കരയുടെ പൊന്നോമന പുത്രൻ ദിപ്തി മത്തായി അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കോപ്പ നമ്പർ 5. പള്ളിക്കര പഞ്ചായത്തിലെ കള്ളുമൊത്തം കുടിച്ചു നിൽക്കുമെന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് പൈലി ആശാൻ അടിക്കുന്നു. കോപ്പ നമ്പർ 6. ഉള്ളവരെയല്ല കള്ളുകൂടി ഇനി അടിച്ചാൽ നീ മത്താമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൈലി ആശാൻ അടിച്ചിരിക്കുന്നു. കോപ്പ 6. ചത്താലും ശരി മത്താവൂലെന്ന മുദ്രാവാക്യവുമായി മണിമത്തൂരിലെ മാർക്കോസിന്റെ മകൻ മത്തായി അടിക്കുന്നു. കോപ്പ നമ്പർ 6. മത്തായി നീ മത്താണ്, ഇനി അടിച്ചാൽ നീ മയ്യത്താവും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പൈലി ആശാൻ അടിക്കുന്നു. കോപ്പ നമ്പർ 7. പള്ളിക്കരയ്ക്ക് വേണ്ടി വാളുപണിയും 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 വാളുപണിയും. ആശാനെ തോറ്റു കൊടുക്കരുത്, ആശാനെ തോറ്റു കൊടുക്കരുത്, ആശാനെ വീഴരുത്, ആശാനെ പ്ലീസ്. അങ്ങനെ പിടിക്കും, അങ്ങനെ പിടിക്കും, അങ്ങനെ പിടിക്കും. അസനെ അടിക്കാസനെ അടിക്കാസനെ പുല്ലാടെ പുല്ലാടെ ഫാൻറ്റം പൈലി പുല്ലാടെ 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 ഫാൻറ്റം പൈലി പുല്ലാടെ 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 ഫാൻറ്റം പൈലി പുല്ലാടെ 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 അയ്യോ പിടിച്ചോ പിടിച്ചോ. കർത്താവേ, മത്തായി ഇതാ വരുന്നേ. എന്താ ഇവിടെ കൊച്ചിട്ട് വരുന്നു? പണ്ടാറടങ്ങാൻ ഈ കത്തനാരി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത ആരാണ്?
കൊച്ചച്ഛനല്ലേ? എന്റെ ദൈവമേ, ഞാൻ രാവിലെ അവിടെ നിന്ന് പോരുമ്പോ ഒരു കുഴപ്പവും ഇല്ലായിരുന്ന മനുഷ്യനാ. അങ്ങേര് താണ്ട് ഉച്ച തിരിഞ്ഞപ്പോ മെത്രാനായിട്ട് നിൽക്കുന്നു. ഇതെന്നാ മറിമായമാ എന്റെ കർത്താവേ. താണ്ട് ആ കൈ ഒന്ന് കൊണ്ടുവന്നേ, ഞാൻ ആ മോതിരം ഒന്ന് മുത്തട്ടെ. പുതിയ മെത്രാന്മാരുടെ കൈ ആദ്യമായിട്ട് മുത്തുന്നവർക്ക് വിചാരിക്കുന്ന കാര്യം സാധിക്കുന്ന വിശ്വാസം. അല്ല, കൈ ഒന്ന് കൊണ്ടുവന്നേ, മുത്തട്ടെ. എന്റെ തമ്പുരാനെ, എന്റെ ജോസൂട്ടിനെ അവന്റെ പെണ്ണിനെ നീ നോക്കിക്കൊള്ളേ. എന്റെ തമ്പുരാനെ. എടാ പൈലി, എടാ പൈലി, എന്താടാ? ഒന്നുമില്ല. ഒന്നും സംഭവിക്കില്ലടോ പെരുമാളെ. ഈ സെബാസ്റ്റ്യൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കില്ല. சும்மா பைத்திய மாதிரி பேசாத. லட்சங்களோட சரக்கான இது பாரு, காசு பெருமாளுக்கு இது மாதிரி. ஆனா அந்த லோடு மட்டும் இன்னொரு கைக்கு போச்சு, எல்லாம் തീർന്നു. ഒരു ചെക്ക് പോസ്റ്റ് വഴി ആ വണ്ടി ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. അതിന്റെ അർത്ഥം ലോഡ് ഈ ഏരിയയിൽ നിന്നും പോയിട്ടില്ല. പിന്നെങ്ക പോச்சு செல்லப்பன் തിരിച്ചു പോകാൻ സാധ്യത ரொம்ப കമ്മി. പിന്നെ വന്നാൽ ഈ പള്ളിക്കരയ്ക്ക്. இந்த பள்ளிக்கரையில் ஒரே ஒரு அபகடகாரி மட்டும்தான் உண்டு, பைலி. ബോംബെ വാല ഫാൻറ്റം പൈലി. വിട്ടേരുടെ പൈലി, അത് പോലീസാ. ആരായാലും പൈലിയുടെ മെക്കിട്ട് കയറിയവൻ ഇനി ഒറ്റക്കണ്ണനായിട്ട് പോയാ മതി. ഗുഡ് മോർണിംഗ് സാർ. എന്താ? എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. അച്ചോ, എന്താ? ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഈ ഫാൻറ്റം പൈലി സാറിനെ SIക്ക് ഒന്ന് കാണണമെന്ന്. ധൃതിയില്ല, പതുക്കെ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. അതെന്ത്? എനിക്കൊരു താമസവും ഇല്ല. 2 മിനിറ്റ്. അച്ചോ, ടൂത്ത് പേസ്റ്റ് എവിടെ ഇരിക്കുന്നത്? പല്ല് തേക്കാൻ വരട്ടെ. അതെ, പൈലി ഇവിടെ ഇല്ല. അപ്പൊ ഇത് ഫാൻറ്റം പൈലി അല്ല, വേറെ ഏതോ ഒരുത്തൻ. വന്നേ. ഇന്നലെ രാത്രി തന്നെ പൈലി ബോംബെക്ക് പോയി. അച്ചോ, മിണ്ടരുത്. എവിടെ പോയി? ബോംബെക്ക്. എന്നാ വിട്ടോ. അച്ഛൻ ഇത്ര പേടിച്ചു ദൂരി ആയിപ്പോയില്ലേ? വേറെ ഒരു ലോക്കൽ SIയെ പിടിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ പൊരുന്നിരിക്കാന്ന് വെച്ചാൽ നല്ല കാര്യമായിപ്പോയി. അവൻ ഇന്നലെ എന്നാ പോക്കിരിത്തരോ കാണിച്ചോന്നറിയോ? ഓർക്കുമ്പോ എന്റെ ചെറുവിരലെന്ന് ഇങ്ങനെ പെരുത്ത് കയറുക. അവന് സ്റ്റേഷനിൽ കയറി അടി കൊടുക്കാൻ. അതിനൊക്കെ നമുക്ക് വേറെ ചാൻസ് കിട്ടും മോനെ. എനിക്ക് ആ പാവം പിടിച്ച ASIയുടെ കാര്യം ഓർത്തിട്ടാ. പട്ടക്കാരന്റെ ചെലവ് കാശ സ്വോത്രപ്പണം. അതിന്ന് കൈക്കൂലി മേടിച്ചവന്റെ ഗതി. അവന്റെ 7 തലമുറ കഞ്ഞി കിട്ടാതെ പോവല്ലോ തമ്പുരാനെ.